നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പടക്കളത്തിലേക്ക് സ്വാഗതം. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് പടക്കളം ഇപ്പോൾ നീങ്ങുന്നത്. മലപ്പുറം നഗരസഭയുടെ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൗൺ ഹാളിൽ വെച്ചാണ് പടക്കളം. മലപ്പുറത്തിൻ്റെ വിപുലമായ ഒരു പൗരാവലി ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ഈ പടക്കളത്തിൽ ചേരുന്ന മുന്നണി വക്താക്കളെ നമ്മൾക്കാദ്യം പരിചയപ്പെടാം. ശ്രീ മുജീബ് കാടേരി, മുസ്ലിം ലീഗ്, UDF. ശ്രീ വി ശശികുമാർ, CPIM, LDF. ശ്രീ PR രശ്മിൽനാഥ്, BJP, NDA. ശ്രീ മുജീബ്, താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. ലീഗിനെ സംബന്ധിച്ച് സിറ്റിംഗ് സീറ്റാണ്. ഇപ്പോൾ ഇത്തവണത്തെ പ്രചരണത്തിൽ കണ്ട LDFിൻ്റെ പോസ്റ്ററുകളിലും അവരുടെ പ്രചാരണത്തിലും കണ്ടത് യുവത്വം നയിക്കും മലപ്പുറം മാറും എന്ന നിലയിലൊരു വലിയ പ്രചാരണ നീക്കം LDFിൻ്റെ ഭാഗത്തുനിന്ന് കാണാനിടയായി. ഇത് പറയാൻ അവർക്ക് അവസരമൊരുക്കുന്നത് മുസ്ലിം ലീഗ് കൂടിയാണോ? ഒരു മാറ്റത്തിനും കാലത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും മാറ്റങ്ങൾക്ക് വിധേയമാകാതെ, പുതിയ ചെറുപ്പക്കാരെ പരീക്ഷിക്കാതെ അല്ലെങ്കിൽ രംഗത്തേക്ക് ഇറക്കാതെ നിന്നയാളുകൾ തന്നെ നിരന്തരം ജനപ്രതിനിധികളായവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും വിധം ഒരു സമീപനം സ്വീകരിച്ചതുകൊണ്ടുകൂടിയല്ലേ LDF ഇത്തവണ മലപ്പുറത്ത് വോട്ട് തേടുമ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? ഇന്ത്യ രാജ്യം തന്നെ ഇനിയൊരു ജനാധിപത്യ പ്രക്രിയ വഴി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനാവുമോ എന്നുള്ള ഭയപ്പാടോടുകൂടി രാജ്യം മുഴുവൻ, ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ഭയപ്പാടോടുകൂടി നോക്കി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ പോലൊരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രയോറിറ്റി തീർച്ചയായും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അധികാരത്തിലിരിക്കുന്ന സംവിധാനം ഏതെങ്കിലും ഒരു നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ തുടരുന്ന പക്ഷമാണെങ്കിൽ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനകത്ത് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ കാവലാളായി നിൽക്കാൻ കഴിയാവുന്ന തരത്തിൽ പ്രാഗൽഭ്യവും പ്രാവീണ്യവും സീനിയോറിറ്റിയുമുള്ള നേതാക്കന്മാരെ പാർലമെൻറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഈ തെരഞ്ഞെടുപ്പിൽ പൂർത്തീകരിക്കാനുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ മാത്രമല്ല, മറ്റേത് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ലീഗ് കേരളത്തിൽ തന്നെ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഒരു കോമ്പിനേഷനോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കാൻഡിഡേറ്റുകളെ നിശ്ചയിക്കാവുന്ന തരത്തിലുള്ള എണ്ണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളമല്ല. അപ്പോൾ ഇവിടെ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിനകത്ത് രാജ്യത്തെ ജനാധിപത്യത്തിന് കാവലാവാൻ കഴിയാവുന്ന രീതിയിലുള്ള സീനിയർ നേതാക്കന്മാരെ പാർലമെൻറ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ലീഗ് ഈ തീരുമാനം. മുജീബ് ഇവരെ വെച്ചു മാറിയതോ? ET മുഹമ്മദ് ബഷീർ സാഹിബ് ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദാനിയേക്കാൾ അല്ലെങ്കിൽ ഉയർന്ന ഭൂരിപക്ഷം 2 ലക്ഷത്തിനടുത്ത് വരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നൊരു മണ്ഡലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനേക്കാൾ കൂടുതലൊരു ഗ്രേറ്റ് മെജോറിറ്റി എന്നൊരു സാഹചര്യം ഇന്ന് മലപ്പുറം ജില്ലയിലില്ല. 2 ലോക്സഭാ മണ്ഡലങ്ങളും നമ്മുടെ വയനാട് ഉൾക്കൊള്ളുന്ന ബാക്കി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന അഥവാ 2 എന്ന് പറയാവുന്ന തരത്തിലും ലീഗിനും UDFിനും വലിയ പ്രയോറിറ്റിയുള്ള മെജോറിറ്റിയുള്ള 2 അല്ലെങ്കിൽ 2.5 ലോക്സഭാ മണ്ഡലങ്ങൾക്കിടയിൽ പിന്നെ അതിനകത്ത് വെച്ചുമാറ്റം എന്ന് പറയുന്നത് സാങ്കേതികമായി വാർത്താമാധ്യമങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടേം എന്നതിനപ്പുറം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ പരാമർശിക്കുന്നതിൽ വലിയ രാഷ്ട്രീയമായിട്ടുള്ള ലീഗ് കോൺഗ്രസിന് മുന്നിലെ വഴികാട്ടിയായി മാറിയോ ഈ വെച്ചുമാറ്റത്തിൽ? സിറ്റിംഗ് MPമാരെ പിന്നീട് കോൺഗ്രസും വെച്ചു മാറുന്നത് കണ്ടു. ലീഗാണോ അതിന് വഴി? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യാനന്തര ഭാരതം മുതൽ രാജ്യത്തിന് വളർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുസ്ലിം ലീഗിൽ നിന്ന് ആ അർത്ഥത്തിൽ പാഠം പഠിക്കേണ്ടതുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പുമായി മാത്രം ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ലോക്സഭയുടെ ഒരു പശ്ചാത്തലത്തിൽ മാത്രം ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു അനിവാര്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതിനപ്പുറം അതിനകത്ത് മറ്റൊരു വേറെ ഏത് വ്യാഖ്യാനവും അതുമായി ചേർന്ന് നിൽക്കും തോന്നുന്നില്ല. ശശികുമാർ, എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ മുജീബിനോട് സംസാരിച്ചപ്പോൾ ചോദിച്ചതുപോലെ ഒരു നിലപാട് അല്ലെങ്കിൽ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വോട്ടർമാരോട് വസീഫ് എന്ന സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമാണോ? അതോ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലീഗ് ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടുമായി കൂടി ബന്ധപ്പെട്ട് ലീഗിന് നല്ല സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ നിങ്ങൾ എടുക്കുന്നൊരു നിലപാടാണോ? അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൂടി നിങ്ങളുടെ ഈ നിലപാട് വിശദീകരണത്തിന് വിധേയമായിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ എത്രമാത്രം വെച്ചുമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ താങ്കൾക്ക് സ്വീകാര്യമാണ്? ഇവിടെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൽ ഈ മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 2 സ്ഥാനാർത്ഥികൾ, 2 പ്രതിനിധികൾ പാർലമെൻറ്റിൽ എഫക്റ്റീവായി ഇടപെടാൻ കഴിയുന്നവരാവണം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം, അവരോടുള്ള 2 പേരോടുള്ള ബഹുമാനങ്ങൾ നിലനിർത്തി തന്നെ ഞാൻ പറയട്ടെ, പാർലമെൻറ്റിലെ വളരെ പുവറായിട്ടുള്ള പെർഫോമൻസാണ് ഈ BJP ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരായി ഫലപ്രദമായി ആ പാർലമെൻറ്റ് വേദിയെ ഉപയോഗപ്പെടുത്തുന്നതിൽ നിരാശാജനകമായിരുന്നു അവരുടെ അനുഭവം. ആ സാഹചര്യത്തെ മാറ്റി നിങ്ങൾക്കൊരു നല്ല ചെറുപ്പക്കാരനെ കൂടി ഫീൽഡ് ചെയ്യാമായിരുന്നു. എത്രയോ മുജീബ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരതിലുണ്ട്. ഇത് സംഭവിച്ചത് എന്താ? പൊന്നാനിയിൽ വീണ്ടും മത്സരിക്കണമെങ്കിൽ തങ്ങളുടെ പാർലമെൻ്ററി പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ജനങ്ങളോടുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ, അവിടെയുള്ള
പ്രതിനിധിയെ അവിടെ നിർത്താൻ കഴിയാത്തൊരു സാഹചര്യം അവർ വിലയിരുത്തിയിട്ടുണ്ട്. ഇവിടെ മത്സരിച്ചിരുന്ന ആൾക്ക് ഇവിടെയും അതുപോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ തൽക്കാലമൊന്ന് പന്തി മാറ്റി കെട്ടുക എന്നൊരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. വളരെ നിർഭാഗ്യകരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട് നേരിടുന്ന നിർണായക പ്രശ്നങ്ങളിൽ നിലപാടാണ് പ്രശ്നം, ഇടപെടലാണ് പ്രശ്നം. കഴിഞ്ഞ 5 കൊല്ലക്കാലം കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ നടത്തിയ പ്രതികരണങ്ങളിൽ ജോൺ ബ്രിട്ടാസിൻ്റെയും എളമരം കരീമിൻ്റെയും ശിവദാസനെയും പോലുള്ള ജനപ്രതിനിധികളുടെ 4 അയലത്ത് എത്തിയെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അവകാശപ്പെടാൻ കഴിയുമോ? അത്രയും പൂവറായിരുന്നു ആ പെർഫോമൻസ്. അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ഒരു ഒളിച്ചോട്ടമാണ്, ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു ഗിമ്മിക്സാണ് എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ വസീഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്വീകാര്യതയും അംഗീകാരവുമാണ് ഈ മണ്ഡലത്തിൽ ഇതിനകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. രശ്മിൽനാഥ്, ഈ സംസാരിച്ചു വന്ന വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ സമദാനി എന്ന മലപ്പുറത്തിൻ്റെ സിറ്റിംഗ് എം പി പൊന്നാനിയിലേക്ക് പോകുന്നു, പൊന്നാനിയിൽ നിന്ന് ET മലപ്പുറത്തേക്ക് വരുന്നു. നിങ്ങളുടെ ക്യാമ്പയിനിൽ നിങ്ങൾ വോട്ടർമാരെ സമീപിക്കുമ്പോൾ ഈ വിഷയം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഇതിൻ്റെ പ്രശ്നങ്ങൾ BJP NDA മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇവിടുത്തെ MP മറ്റൊരു മണ്ഡലത്തിലേക്ക് പോയത് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ഒന്നുപോലും ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പക്ഷേ ഇവിടുത്തെ സോഷ്യൽ മീഡിയ വഴി, അതുപോലെ യൂട്യൂബ്, ഗൂഗിൾ വഴിയൊക്കെ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ ആ പദ്ധതികളെക്കുറിച്ച് വളരെ അവബോധം നേടിയെടുക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അത് കൊണ്ടുവരാൻ സാധിക്കാത്ത ആ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഈ മുന്നണി സ്ഥാനാർത്ഥികളെ മാറ്റിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും 3 പേരും അവരുടെ ഒരു ആമുഖ നിലപാട് വിശദീകരണം വന്നു. നിരവധിയായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സ്ഥാനാർത്ഥികൾ അവർ മുന്നോട്ട് വെക്കുന്ന നിലപാടും രാഷ്ട്രീയവും ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥികൾ, ഒരാൾ സിറ്റിംഗ് MP ആയിരുന്നു, അദ്ദേഹം അടുത്ത മണ്ഡലത്തിലേക്ക് പോയി, അവിടുത്തെ സിറ്റിംഗ് MP ഇവിടേക്ക് വരുന്നു. അങ്ങനത്തെ ലീഗ് പ്രാതിനിധ്യം, അതിനോടുള്ള മറ്റ് 2 മുന്നണികളുടെയും സമീപനമൊക്കെ നമ്മൾ കണ്ടു. ആ വിഷയത്തിൽ നിങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് ഞാൻ ഇവരിലേക്ക് വരാം. വസീഫിനെ പോലുള്ള ചെറുപ്പക്കാരനെ ഇതേങ്കിലും ഈ പരീക്ഷണമെങ്കിലും ശരിയാവുമോ എന്നുള്ളത് നോക്കേണ്ട ഒരു പരീക്ഷണമല്ലേ ഇവിടെ നടത്തേണ്ടതെന്നുള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ ശശിയേട്ടനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് പൊതുരംഗത്തുള്ള ആളുകളായതുകൊണ്ട് ഈ പെൻഷന് കാര്യങ്ങൾ നിങ്ങളോട് ആരെങ്കിലും വന്ന് അന്വേഷിക്കലുണ്ടോ, അതിനെക്കുറിച്ച് നിങ്ങളെന്താ മറുപടി പറയലെന്നുള്ളതും കൂടി അറിയണമെന്നുണ്ട്, താല്പര്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിലുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന ക്ഷേമ പദ്ധതികൾക്ക് കയ്യും കണക്കുണ്ടാവില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇതിനെ വെല്ലുന്ന വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടാവില്ല. അത്രമേൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഗവൺമെൻറ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനെ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് മുടക്കാൻ വേണ്ടി കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം പോലും നിഷേധിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ LDF ഗവൺമെൻറ് വരുന്ന കാലത്ത് 18 മാസം കേരളത്തിലെ പെൻഷൻ കുടിശ്ശികയായിരുന്നു. അന്ന് 600 രൂപയായിരുന്നു പെൻഷൻ. അത് നൽകി ഇപ്പോൾ 1600 രൂപ 62 ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ കൊടുക്കുന്നത്. 4 മാസം മുടങ്ങിയത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ച വിവേചനം കൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തല പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, മുഴുവൻ പെൻഷനും ആനുകൂല്യങ്ങളും കൊടുത്തിരിക്കും. നിങ്ങൾ നിങ്ങൾ എല്ലാ പൊതുജനങ്ങളിൽ നിന്നും പെട്രോളിന് 2 രൂപ സെസ് കൂട്ടിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പെൻഷൻ കൊടുക്കാനാണെന്ന്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ അടുത്ത് ഈടാക്കിയ 2 രൂപ സെസ് നിങ്ങൾ എന്തിനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ബഡ്ജറ്റിൽ അത് പെൻഷന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൻഷൻ കൊടുക്കാൻ. പ്രിയ സുഹൃത്തെ, നമ്മുടെ കേരളത്തിന് 57,700 കോടി രൂപ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തരാനിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില കൂടുകയാണ്. എന്താ കൂടാൻ കാരണം? കേന്ദ്ര ഗവൺമെൻറ് ഡിവിസിബിൾ പൂളിലല്ലാത്ത, സംസ്ഥാനങ്ങൾക്ക് ഡിവൈഡ് ചെയ്യേണ്ടാത്ത സെസ്സുകളും അഡീഷണൽ എക്സൈസ് ടാക്സും വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ നമ്മളെ കേരളത്തെ കൊള്ള ചെയ്ത് കൊണ്ടുപോവാണ്. നമുക്ക് തരാനുള്ള പൈസ തരുന്നില്ല. അങ്ങനെ കുടുങ്ങിയ ഒരു ഘട്ടത്തിലാണ് 2 രൂപ സെസ് വാങ്ങിയത്. അങ്ങനെയാണ് കേരളത്തിലെ കാര്യങ്ങൾ നമ്മൾ നീക്കിയത്. അതുകൊണ്ട് തികയണില്ല. ഇപ്പോൾ 1 ലക്ഷം കോടിയിലേറെ രൂപ
കേരളത്തിന് കിട്ടാൻ ബാക്കിയാണ്. ആ സമയത്താണ് 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക വന്നിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിൽ വളരെ വിദഗ്ധമായ സാമ്പത്തിക മാനേജ്മെൻറ്റ് നടത്തി ഈ ഗവൺമെൻറ് പെൻഷൻ കുടിശ്ശിക തീർത്ത് കൊടുക്കും എന്നാണ് കേരളത്തിലെ LDFന് വേണ്ടി. ഇക്കാര്യത്തിൽ BJPക്കും മോദി സർക്കാരിന് ഒരു വലിയ തിരിച്ചടി സമീപ ദിവസങ്ങളിൽ ഉണ്ടായി. അതായത് കേരളം കൊടുത്ത ഹർജി പിൻവലിച്ചാലേ ഇനി വായ്പ എടുക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. സുപ്രീം കോടതിയാകട്ടെ അത് പൂർണ്ണമായും തള്ളിയെന്ന് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കാൻ അനുമതി നൽകേണ്ടിയും വന്നു. അപ്പോൾ ഈ തരത്തിൽ കേരളം രാഷ്ട്രീയമായും നിയമപരമായും കേന്ദ്രം നടത്തുന്ന ഈ ധനപ്രതിസന്ധി ശ്വാസം മുട്ടിക്കുന്ന നടപടിക്കെതിരെ നീങ്ങിയതിന് പ്രകടമായ മറുപടിയും ഉത്തരവും വരുന്നു. അത് BJPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടിയല്ലേ? മോദി സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണന ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ഒരു പ്രശ്നം കൂടിയല്ലേ? ഒരിക്കലും ഒരു തിരിച്ചടിയല്ല. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശശിയേട്ടൻ പറഞ്ഞൊരു കാര്യത്തിലേക്ക് എനിക്ക് സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല. തല പണയം വെച്ചാലും ഇവിടെ പെൻഷൻ കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആരുടെ തലയാണ് പണയം വെക്കാൻ പോകുന്നത് അതുകൂടി ഒന്ന് പറയണം. ഇവിടുത്തെ സാധാരണക്കാരുടെ തലയാണ് പണയം വെക്കുന്നത്. പെൻഷനും സാധാരണക്കാർക്കാണ്. എങ്ങനെ? പെൻഷനും സാധാരണക്കാർക്കാണ്. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ചാർജ് കൂട്ടിയില്ലേ, സാധാരണക്കാരൻ്റെ തലയാണ് പണയം വെക്കുന്നത്. ഇവിടുത്തെ നികുതി വർദ്ധിപ്പിക്കുന്നില്ലേ, സാധാരണക്കാരൻ്റെ തലയാണ് പണയം വെക്കുന്നത്. ഇവിടുത്തെ എക്സൈസ് ഡ്യൂട്ടി ഇവിടെ കൂട്ടുന്നില്ലേ, സാധാരണക്കാരൻ്റെ തലയാണ് പണയം വെക്കുന്നത്. അല്ലാതെ മന്ത്രിസഭയിൽ ആരുടെയും തല പണയം വെക്കുന്നില്ല. 57,000 കോടി രൂപ കുടിശ്ശികയുണ്ട് എന്ന് പറയുമ്പോൾ അത് തെളിവ് സഹിതമാണ് പറയേണ്ടത്. നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് വച്ച് അതിൻ്റെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ കൊടുത്തു. അതിനുശേഷമാണ് സുപ്രീം കോടതിയുടെ ഓക്കെ, കോടതി വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കോടതി വിധി എന്ത് പറഞ്ഞാൽ നമ്മളത് കേൾക്കാനും അത് അനുസരിക്കാനും അത് നടപ്പിലാക്കാനും ബാധ്യസ്ഥരാണ്. ഒരിക്കലും നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത്. അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? രശ്മിൽനാഥ് കൊടുത്ത പണത്തിന്റെ കണക്ക് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ശ്വാസം മുട്ടിക്കുന്നു, പണം തരുന്നില്ല, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിവിടുത്തെ സാധാരണ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. മറ്റൊന്ന് ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടുത്തെ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ എത്രയോ പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് നേരിട്ട് കൊടുത്തു. നാളിതുവരെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടുകൊടുത്ത ചരിത്രം നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നമ്മുടെ BJP പ്രതിനിധി പറഞ്ഞത് ശരിയാണെങ്കിൽ ഇക്കാര്യം നിങ്ങൾക്ക് കോടതിയിൽ പറഞ്ഞാൽ മതിയിരുന്നല്ലോ. ഇവർ കണക്ക് തരാത്തതുകൊണ്ടാണ് ഞങ്ങൾ പൈസ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ പോലെ. അതല്ലല്ലോ പറഞ്ഞത്. അവിടെ നമ്മൾ സമ്മതിക്കേണ്ടി വന്നല്ലോ. ഈ നാട്ടുകാർ മുഴുവൻ സമ്മതിച്ചല്ലോ. 13,600 കോടി രൂപ നിങ്ങൾ കേസ് പിൻവലിച്ചാൽ തരാം എന്ന് പറഞ്ഞാൽ അത് ഏതാ മനോഭാവം? ഒരു ഫ്യൂഡൽ ജന്മിയുടെ മനോഭാവം? ഒരു അടിയാൻ സ്റ്റേറ്റും ഒരു ഉടയോൻ കേന്ദ്രവുമായി കാണുകയോ? ഇനി ഒരു കാര്യം ഒറ്റ കാര്യം കൂടി, ഇപ്പോഴും 4,000 കോടി രൂപ ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് അതൊന്നും സൗജന്യമല്ലാതെ കേരളത്തിന് കിട്ടാൻ അവകാശപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ സൗജന്യമാണ് ചോദിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ കേസ് പിൻവലിക്കാൻ പറഞ്ഞ ആ നിമിഷം പിൻവലിക്കില്ലേ? ഞങ്ങൾ എന്താ അറിഞ്ഞത്? കേസ് പിൻവലിക്കില്ല. ഇത് കേരളത്തിന് 10 രൂപ കിട്ടാനുള്ള കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഫെഡറൽ സാമ്പത്തിക അധികാരത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, കേരളത്തിലെ കടത്തിനെ കുറിച്ചാണല്ലോ ബേജാറായത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കട എത്രയാണ്? 200 ലക്ഷം കോടി രൂപയാണ്. 200 ലക്ഷം കോടി രൂപ കടത്തിലായ കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേരള സംസ്ഥാനം വലിയ കടമെന്ന് പറയുന്നത്. ഇവിടെ 2.2% കടം, അവിടെ 5.6% കടം. എന്നിട്ടോ അവർക്ക് ഇഷ്ടം പോലെ നോട്ടച്ചടിച്ചെടുക്കാം, നോട്ട് നിരോധിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ സംസ്ഥാനത്തിന് അത്യാവശ്യത്തിന് വേണ്ട കാര്യത്തിന് പണം കടം ചോദിച്ചാൽ കടം വാങ്ങാൻ അനുമതി നിഷേധിച്ച് കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ഇതിനോട് മുസ്ലിം ലീഗ് എടുത്ത സമീപനം എന്താ? കോൺഗ്രസ് എടുത്ത സമീപനം എന്താ? ഞാനും അടങ്ങുന്ന ആളുകൾക്കല്ലേ ഈ പെൻഷൻ കിട്ടാനുള്ളത്? അത് നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല? നിങ്ങൾക്ക് എന്താണ് BJP നേതൃത്വത്തെ കാണുമ്പോൾ ഈ മുട്ടിലടി എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇവിടെ ആദ്യമേ ശശിയേട്ടൻ ചോദിച്ച ചോദ്യം അവിടെ എയറിൽ കിടക്കുകയാണ്. അതിനൊരു മറുപടി പറയാം. അതായത് പാർലമെൻറ്റ് അംഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറ്റിയത് അവരുടെ പെർഫോമൻസിൻ്റെ കുറവുകൊണ്ടാണെന്ന് പറയണ്ടായി. നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. 2 MP മാരും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാവട്ടെ, പൊന്നാനിയിൽ ഇപ്പോൾ മത്സരിക്കുന്ന അബ്ദുൽ സമദ് സമദാനി സാഹിബാവട്ടെ, പാർലമെൻറ്റിലെ ഏത് പാരാമീറ്റർ വെച്ച് നോക്കിയാലും നാഷണൽ ആവറേജിൻ്റെയും സ്റ്റേറ്റ് ആവറേജിൻ്റെയും എത്രയോ മുകളിൽ പെർഫോം ചെയ്ത
കേരളത്തിലെ ബെസ്റ്റ് പെർഫോം ചെയ്തിട്ടുള്ള എം പിമാരുടെ ലിസ്റ്റിൽ വരുന്നവരാണ് ഇവർ രണ്ടുപേരും. നമ്പർ ഓഫ് ഡിബേറ്റ്സിൻ്റെ കാര്യത്തിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിലും പ്രൈവറ്റ് ബില്ലിൻ്റെ കാര്യത്തിലും ഇന്ത്യയുടെ പാർലമെൻറ്റ് മെമ്പർമാരിൽ കേരളത്തിലെ അല്ല, ഇന്ത്യയുടെ പാർലമെൻറ്റ് മെമ്പർമാരുടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ മികച്ച പെർഫോമൻസ് ഉള്ള എം പിമാരാണ് ലീഗിൻ്റെ കഴിഞ്ഞ വർഷം പ്രതിനിധീകരിച്ച 2 എം പിമാരും ഈ വർഷം സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എം പിമാരും. അറ്റൻഡൻസ് നല്ല പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോയി മിണ്ടാതിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അതായത് നമ്മുടെ നിർണായകമായ പ്രശ്നം എന്താണ്? BJP നമ്മുടെ രാജ്യത്ത് ഉയർത്തുന്ന വെല്ലുവിളി എന്താണ്? അത് നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതയെ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ അവകാശങ്ങളെ കവർന്നെടുത്ത് കോർപ്പറേറ്റ് വൽക്കരണം നടത്തുന്നു. ഒരു കോർപ്പറേറ്റ് കമ്മ്യൂണൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്. അതിൻ്റെ ആ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത് 4-5 നിർണായക വിഷയങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് 35A എടുത്തു കളഞ്ഞ സംഭവം, പൗരത്വ ഭേദഗതി നിയമം, നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, അതുപോലെ സിവിൽ കോഡ്, അതുപോലുള്ള നിർണായകമായ പ്രശ്നങ്ങൾ. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ രാജ്യത്തെ ഡൽഹിയിലെ മതന്യൂനപക്ഷ ചേരികൾ ഇടിച്ച് നിരത്തിയ ആ സംഭവത്തിൽ ആരാണവിടെ ആ പോലീസിനെ ധിക്കരിക്കാൻ വന്നത്? ബൃന്ദ കാരാട്ട് എന്ന് പറയുന്ന CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ആ JCBയുടെ മുന്നിൽ വന്നു നിന്നത്. പാർലമെൻറ്റിലോ തെരുവിലോ ഒരു പെർഫോമൻസ് UDF അംഗങ്ങളുടെ ഭാഗത്തുനിന്ന്, വിശേഷിച്ച് മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? ഫെബ്രുവരി 10-ാം തീയതി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ബഷീർ സാഹിബ് നടത്തിയ പ്രസംഗം റെസ്പെക്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. നിങ്ങൾ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ബഷീർ സാഹിബ് ഫെബ്രുവരി 10-ന് സംസാരിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം പറയാം. അതുപോലെ തന്നെ മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ, ഈ റിഗാർഡിംഗ് അലീഗഡ് ഇൻക്രീസിംഗ് ഓഫ് ഇൻസിഡൻസ് ഓഫ് അറ്റാക്ക് ഓൺ മൈനോറിറ്റീസ് ലെയ്ഡ് 4-ാം തീയതി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഫെബ്രുവരി 4-ന് E.T. മുഹമ്മദ് ബഷീർ സാഹിബ് സംസാരിച്ചിട്ടുണ്ട്. E.T. മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെ അല്ലെങ്കിൽ സമദാനി സാഹിബിനെ പോലെ മിസ്റ്റർ മോഡി, യു ആർ അബ്സല്യൂട്ട്ലി ഷെയിം ഫോർ അവർ നാഷൻ എന്ന് അയാളുടെ മുഖത്ത്, നിങ്ങൾ ഈ രാജ്യത്തിന് അപമാനമാണെന്ന് പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടു കൂടി പറയാൻ JCBയുടെ മുമ്പിലല്ല, JCBയേക്കാൾ ഭീമാകാരനായിട്ടുള്ള മോഡിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഈ രാജ്യത്തിന് അപമാനമാണെന്ന് പറഞ്ഞ പാർലമെന്റ് അംഗമാണ്. BJP പ്രതിനിധിയോടാണ് ചോദ്യം. നിങ്ങൾ കള്ളപ്പണം പിടിച്ചെടുത്ത് ഓരോ അക്കൗണ്ടിലും 15 ലക്ഷം തരാമെന്ന് പറഞ്ഞു, അത് എന്ന് കിട്ടും? ഗ്യാസിൻ്റെ സബ്സിഡി പിടിച്ചെടുത്ത് ഗ്യാസിൻ്റെ സബ്സിഡി എന്ന് തരും? 2 കോടി ഓരോ വർഷവും 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കുന്ന പറഞ്ഞു, അത് എവിടെ എന്ന് കിട്ടും എന്നാണ് ചോദ്യം. ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാനോടാണ്. BJP 10 വർഷമായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഘട്ടത്തിലൊക്കെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ലീഗ് എടുത്തു പോകുന്നിട്ടുള്ള നിലപാട് എന്താണ്? ലീഗിൻ്റെ പ്രതിനിധികൾ എടുത്തു പോകുന്ന നിലപാട് എന്താണ് ഈ നാടുകളോട് പറയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മുത്തലാഖ് വിഷയത്തിൽ, രാഷ്ട്രപതിയുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അവിടെയെല്ലാം ലീഗ് ഇവിടുത്തെ വോട്ടും വാങ്ങിപ്പോയ സമുദായക്കാരെ വഞ്ചിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്? അതിന് ഇവിടെ മറുപടി പറയേണ്ടതില്ലേ? അതുപോലെ തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം, ഈ കഴിഞ്ഞ കാലഘട്ടത്ത് ഈ BJP ഇതര മുന്നണികൾ ഭരിക്കുന്ന, അതായത് നിങ്ങളുടെ മുന്നണിയിലുള്ള കോൺഗ്രസ് അടക്കം ഭരിക്കുന്ന കർണാടക അടക്കം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിരോധം നടപ്പിലാക്കിയോ, സാമ്പത്തിക ബുദ്ധിമുട്ട് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ അവരെല്ലാം സമരം പ്രഖ്യാപിച്ചു. ഒന്നും പൂർത്തിയാവും. അതേപോലെ തന്നെ ഞാനും നിങ്ങളും ജീവിക്കുന്ന കേരളവും ഇതുപോലെ വലിയ പ്രതിഷേധം മുന്നോട്ട് വെച്ചു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ അവസാന പാർലമെൻറ്റ് നടക്കുന്നതിന് മുൻപും മുഴുവൻ MP-മാരെയും വിളിച്ചു വരുത്തി, നിങ്ങൾ ഈ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനകത്ത് ഉന്നയിക്കണം, നിങ്ങൾ പ്രധാനമന്ത്രിയെ കാണണം, ധനമന്ത്രിയെ കാണണം എന്നതൊക്കെ ഉൾപ്പെടെ പറഞ്ഞു. മെമ്മോറാണ്ടം അടക്കം കൊണ്ടുവന്നു. എന്നാൽ അതിൽ എല്ലാവരും സമ്മതം അറിയിച്ചെങ്കിൽ പോലും ആ മെമ്മോറാണ്ടത്തിൽ ഒപ്പിടാൻ പോലും UDFൻ്റെ 18 MP-മാർ തയ്യാറായില്ല. നിങ്ങൾ ആർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്? കേരളത്തിനെതിരെയാണോ നിങ്ങൾ, അതോ BJPയെ ഭയപ്പെട്ടിട്ടാണോ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള മറുപടി പറഞ്ഞോളണം. ഒരൊറ്റ കാര്യം, ഈ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നടപ്പാക്കിയ പദ്ധതികളുടെ ലിസ്റ്റാണ് നമ്മുടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ പറയാൻ ശ്രമിച്ചത്. നമ്മൾ നിൽക്കുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്മാരകത്തിൻ്റെ താഴെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടികയിൽ നിന്ന്, അതിൻ്റെ രക്തസാക്ഷി പട്ടികയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ ആ പേര് വെട്ടിമാറ്റിയവരാണ് ഈ വാദം ഇന്നിവിടെ ഉന്നയിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറയാൻ നിൽക്കുകയാണ്. ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നിർത്തലാക്കിയല്ലേ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്? ആ ന്യൂനപക്ഷ സ്കോളർഷിപ്പിൻ്റെ വെട്ടിക്കുറച്ച വിഹിതം കേരളത്തിൽ പുനഃസ്ഥാപിച്ച് അത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വിതരണം ചെയ്ത വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മുജീബ് പറയാൻ ശ്രമിച്ചത് നമ്മുടെ മുസ്ലിം ലീഗ് MP-മാർ
അവിടെ നടത്തിയ പെർഫോമൻസാണ്. സ്വതവേ മുസ്ലിം ലീഗിൻ്റെ പഴയകാല എം പിമാരൊന്നും പാർലമെൻറ്റിൽ പെർഫോം ചെയ്യുന്നതിൽ മോശമായിരുന്നില്ല. നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്താ അറിയോ? നിങ്ങളുടെ നിലപാടെടുക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. കോൺഗ്രസ് എന്താണോ ബി ജെ പിക്കെതിരായി എടുക്കുന്ന നിലപാട്, അതിൻ്റെ താഴെയല്ലേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഒരു നിലപാടെടുക്കാതെ ചാഞ്ചാടുന്ന സമീപനമെടുത്തു. ആ ചാഞ്ചാടുന്ന സമീപനത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിന് അതിൻ്റെ ഏറ്റവും ധീരമായ നിലപാടുകൾ പണയം വെക്കേണ്ടി വന്നു എന്നാണ് എൻ്റെ ഒരു കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി വരുന്നതിന് ഈ വേണ്ടി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മാറ്റം, അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ അവസ്ഥ കേരളത്തിലും വളരെ സജീവമായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ബി ജെ പി ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ വളരെ സജീവമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ മാസങ്ങൾക്കപ്പുറം ഇപ്പോൾ പത്മജ അടക്കം അപ്പുറത്തേക്ക് പോകുന്നു. എ കെ ആൻ്റണിയുടെ മകനും കെ കരുണാകരൻ്റെ മകളും എന്ന നിലയിൽ കോൺഗ്രസിനെ ആ നിലയിൽ മതന്യൂനപക്ഷങ്ങൾക്കടക്കം വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ നിൽക്കുന്നൊരു പ്രശ്നം അദ്ദേഹം പറഞ്ഞ പോലെ ലീഗിനെയും ബാധിച്ചിട്ടുണ്ടോ? 2024 രാഹുൽ ഗാന്ധി 20 UDF സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാകുന്നു. ആ ഫാക്ടർ ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ് ലീഗും കാണാൻ പോകുന്നത്. അല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രാതിനിധ്യ സ്വഭാവം എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിയല്ലാതെ ഒരു മതേതരത്വ പോരാട്ടം സാധ്യമല്ല. അത് നമുക്ക് യാതൊരു സംശയമില്ല. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഫ്ലോറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലുള്ളൂ, CPM-ൻ്റെ PB മെമ്പർമാരിൽ ഒരാൾക്ക് പോലും അതിൽ രണ്ടഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഇന്ത്യയുടെ റിയാലിറ്റിയാണ്. അത് റിയാലിറ്റിയാണ്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം, ഇതില്ല പ്രശ്നം, ഇതല്ല ഈ പെൻഷനൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും. ഇവിടെ BJP-യുടെ പ്രതിനിധി, സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, രാജ്യം ചർച്ച ചെയ്യേണ്ടത് 10 വർഷത്തെ ബാലൻസ് ഷീറ്റാണ്. ഇന്ത്യ രാജ്യത്ത് ഈ BJP-യുടെ പ്രതിനിധി ഇവിടെ ഇരിക്കുകയാണ്. രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഉൾക്കൊള്ളുന്ന നീണ്ട പതിറ്റാണ്ടുകൾ നീണ്ട രാജ്യം ഭരിച്ചൊരു ഗവൺമെൻറ് എത്ര ആസൂത്രിതമായിട്ടാണ് ഇന്ത്യ ഒരു വികസിത രാജ്യം, ഡെവലപ്പിംഗ് നാഷനായിട്ട് കോൺഗ്രസ് കൊണ്ടുവന്നുള്ളതിന് ഒന്നാം നെഹ്റു ഗവൺമെൻറ് മുതൽ സാക്ഷ്യമാണ്. ഈ 10 വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ് പരസ്പരം ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ആളുകൾക്കിടയിൽ വിധ്വംസകത പടർത്തുന്നതിന് പകരം കൊണ്ടുവന്ന ഏതെങ്കിലും ലാൻഡ്മാർക്കായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതാണ്. അത് ചർച്ച ചെയ്യുന്നതിന് പകരം ഇവർ കൂടി ന്യൂനപക്ഷ വക്താക്കളാകുന്നത് ഈ മലപ്പുറത്തിൻ്റെ കുറഞ്ഞ കിലോമീറ്ററുകൾ മാത്രമാണ് ന്യൂനപക്ഷങ്ങളെ ഹത്യ ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട അജണ്ടയാക്കി സ്വീകരിച്ച് അതിൻ്റെ പുറത്ത് പൊളിറ്റിക്സിൽ ലാഭം പ്രതീക്ഷിച്ച് നിൽക്കുന്ന BJP-യെ എതിരിടുന്നതിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പോയിന്റ്സ് ഓഫ് ഡിസ്കഷൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ തിരിച്ചു വന്ന് ഇന്ത്യയുടെ 10 വർഷം മോഡി ചെയ്ത കോൺട്രിബ്യൂഷനിലേക്ക് രാജ്യത്ത് ചർച്ച ചെയ്താൽ ഒരു സീറ്റിൽ പോലും വിജയിച്ചു വരാൻ അർഹതയില്ലാത്ത പാർട്ടി BJP-യാണ്. അവിടെയാണ് ചർച്ച തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത്. ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യവും രാജ്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു പരിശ്രമം. നിങ്ങൾ ഈ ന്യൂനപക്ഷ ക്ഷേമത്തെക്കുറിച്ച് പറയുമ്പോൾ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP വിധാനസഭയിൽ BJP-ക്കായി എത്ര മുസ്ലിങ്ങളുണ്ട്? ഒരാളെ പോലും നിങ്ങൾ ആ സഭയിലേക്ക് കയറ്റാത്ത വിധം മോദി ഭരിക്കുന്ന രാജ്യത്തിൽ ലോക്സഭയിൽ എത്ര പേരുണ്ട്? ഒരു ജനാധിപത്യ രാജ്യത്തെ അവസ്ഥയാണിത്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ മലപ്പുറത്ത് മാത്രം സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷ ക്ഷേമത്തെക്കുറിച്ച് നേരത്തെ നഗരസഭാ ചെയർമാൻ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ആ സുഹൃത്ത് ചോദിച്ച ചോദ്യങ്ങളുണ്ട് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട്. എന്താണ് രാജ്യത്തിന് അഭിമാനകരമായ ഏത് സ്ഥാപനത്തെ പടുത്തുയർത്തി എന്ന ചോദ്യം അവിടെ നിന്ന് വന്നതുണ്ട്. 2019 തെരഞ്ഞെടുപ്പിലും ഇതേ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരുന്നത്. എവിടെയും നരേന്ദ്രമോദി 15 ലക്ഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞുതരാം നിങ്ങളത് പറയാൻ സംഭവിക്കൂ. ആകെ പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് ഈ കാര്യം ചർച്ച ചെയ്ത് 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളുടെ മാൻഡേറ്റ് നേടിയിട്ടാണ് 332 സീറ്റുമായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപടി പറയാൻ സമ്മതിക്കണം. അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇന്ത്യയിലെ ആളുകൾ വിദേശത്ത് കൊണ്ടുപോയി വെച്ചിട്ടുള്ള കള്ളപ്പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ 130 കോടി ജനങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാലും പിന്നെയും ബാക്കി എന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ല, പിന്നൊരു കാര്യം, പുതിയത് അതിനാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയത് അല്ലേ? ആ നോട്ട് നിരോധനം നടപ്പിലാക്കിയിട്ട് സാധാരണ ജനങ്ങളെ വരി നിർത്തിയിട്ട് എന്ത് ഗുണമാണ് ചെയ്തത്? വീണ്ടും 2000 പിൻവലിച്ചില്ലേ? ഇതേ 2000 തന്നെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ ആരാ? ഇന്ത്യയിൽ 1,69,000 കോടി രൂപയുടെ കള്ളപ്പണം റിസർവ് ബാങ്ക് അച്ചടിച്ചതിനേക്കാൾ കൂടുതൽ നോട്ടുകൾ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞത് BJP അല്ല, കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന P. ചിദംബരം മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടാണ്. BJP ഗവൺമെൻറ് ഇവിടെ വന്നതിന് ശേഷം എന്ത് വികസന പദ്ധതികളാണ് കാണിക്കാനുള്ളതെന്നുള്ളത്. സുഹൃത്തെ, ഒരു കാര്യം മനസ്സിലാക്കണം. BJP ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള മുദ്രാ യോജന പദ്ധതി
സാധാരണക്കാരായ യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി 10 ലക്ഷം രൂപ വരെ ഒരു ഈട് പോലും നൽകാതെ വായ്പ നൽകുന്ന പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ആളുകൾ വായ്പ വാങ്ങിയിട്ടുള്ളത്. പദ്ധതിയാണ്. ഞാൻ പറയട്ടെ, രശ്മിൽ, അത് മലപ്പുറം ബാങ്ക് വായ്പ ജില്ലയിലെ ഞാനിവിടെ യുവാക്കളാണ്. ഇവിടെ എങ്ങനെ? പറയുന്നത് എയിംസ്, IIT, NIT അതിനെല്ലാം സൗജന്യമല്ലേ കാറ്റഗറിയിൽ പെട്ടതാണ്. ഈടും അല്ല, കാര്യങ്ങളും വെച്ച് മുദ്രാ എല്ലാ ലോണൊന്നും ബാങ്കിലും കിട്ടും. ഈടില്ലാതെയാണ് ഒരു ദേശീയ- തരുന്നത്. ഈടില്ലാതെയാണ് തരുന്നത്. ഒരു അതല്ല, തിരിച്ചടക്കണല്ലോ, സൗജന്യം തരുന്നില്ലല്ലോ. ഒരു ദേശീയ തിരിച്ചടക്കേണ്ടത് തന്നെയാണ്. ഗവൺമെന്റിന്റെ ബാങ്ക് തരുന്നത് തിരിച്ചടക്കുക തന്നെ വേണം. സുഹൃത്തെ, ഒരു ദേശീയ ഗവൺമെന്റിന്റെ 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ മുദ്രാ ലോൺ എന്ന് പറയുന്നത് തന്നെ BJP-യുടെ പരാജയത്തിന്റെ വിളംബരമാണ്. അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ 2019 ഞങ്ങൾ ജനപക്ഷം നേടിയിട്ട് ഈ രാജ്യം 332 സീറ്റുമായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടിൽ തന്നെയല്ലേ ഒതുങ്ങിയത്? മുസ്ലിം ലീഗ് 2 സീറ്റിലാണ് ഒതുങ്ങുന്നത് ഈ രാജ്യത്ത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. മുസ്ലിം ലീഗിനും CPM-നും കോൺഗ്രസിനും ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിം MP-മാരും MLA-മാരും ഇന്ന് ഈ രാജ്യത്ത് BJP-യിലാണ്. എത്ര MP-മാരുണ്ട്? ഉണ്ടല്ലോ, ഇഷ്ടം പോലെ. നിങ്ങൾ തെരഞ്ഞു നോക്ക്, നിങ്ങൾ എടുത്തു നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും. ഇന്ത്യയുടെ പാർലമെന്റിൽ, ലോകസഭയിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന മുക്താർ അബ്ബാസ് നഖ്വി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അംഗമില്ല. വെറുതെ എന്തെങ്കിലും പറയരുത്. അല്ല, അങ്ങനെ എണ്ണം മാത്രം പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് മേജർ ഇഷ്യൂ ആണ്. ഇല്ല, BJP-ക്ക് നിലവിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരാളും ഇല്ല. മുക്താർ അബ്ബാസ് നഖ്വി BJP വക്താവിന്റെ ഈ ഒരു അവകാശവാദം ചർച്ച ചെയ്ത് ശശിയേട്ടൻ ചോദിച്ചതിന്റെ മറുപടി താങ്കൾ പറഞ്ഞതൊരു ഡിസ്പ്യൂട്ട് ഉണ്ട്. അതിന് ക്ലിയർ ആണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ BJP-ക്ക് മുക്താർ അബ്ബാസ് നഖ്വി കഴിഞ്ഞതിന് ശേഷം ഒരു മുസ്ലിം MP നിലവിലില്ല. ഇല്ല, അതൊന്ന് കറക്റ്റ് ക്ലോസ് ചെയ്തോട്ടെ. അതിൽ തർക്കമില്ലല്ലോ ആർക്കും. ക്ലോസ് ചെയ്യാനല്ലേ? എവിടെ MP ഉണ്ട്? നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. എന്താണ് ഈ പറയുന്നത്? വസ്തുത ആളെ പേര് പറയാം. ആ ആളെ പേര് പറഞ്ഞാൽ നിരവധി എംപിമാരുണ്ട്. ഞങ്ങളുടെ BJP-യുടെ മുസ്ലിം MP-യുടെ പേരെന്ന് പറഞ്ഞാൽ ഈ ചർച്ച വളരെ ഗംഭീരമായി. ഒരു മുസ്ലിം എംപിയുടെ പേര് BJP-ന്റെ പ്രതിനിധി പറയണം. പേര് പറയൂ. ഒരു മുസ്ലിം എംപിയുടെ പേര് BJP-ന്റെ പ്രതിനിധി പറയണം. ഒരാളുടെ പേര് അല്ല, അതിന്റെ ഒരു ചർച്ചയിൽ വന്നിട്ട് കളവ് പ്രചരിപ്പിക്കാൻ പാടില്ല. അത് സത്യസന്ധമായിട്ട് പറയണം. ഏത് കാര്യമായാലും അത് ഫാക്ട് വേണം. ഒരാളെ പേര് പറയണം. ഒറ്റാളെ. രണ്ടാമത് വേണ്ട. ഒരു BJP MP-യുടെ മുസ്ലിം MP-യുടെ പേര് പറയണം. രണ്ടാമത് വേണ്ട. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി പാർസി സമൂഹത്തിന് ഒരു മുസ്ലിം എംപിന്റെ പേരാണ് പറയാൻ സമുദായത്തിന് രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദിയല്ലേ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്ന ഫോംസിൽ ഏതാ എഴുതിയിട്ടുള്ളത്? മുസ്ലിംസ് ആണ് പാസ് ചെയ്യണോ? പാർസി മുസ്ലിം വിഭാഗത്തിന്റെ ഭാഗം തന്നെയാണ്. അല്ല, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ഒരു നിലവാരമുള്ള മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഫാക്ട് എറർ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് ഞങ്ങൾ അപമാനങ്ങൾ നോക്കണ്ട. ഞാൻ പറയാൻ ഉദ്ദേശിച്ച അപമാനം നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ അപമാനം നോക്കിയാൽ മതി. BJP-ക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ നിലവിൽ ഒരു MP-യും ഇല്ല. മുസ്ലിം MP ആരാണ്? നിങ്ങൾ BJP-യുടെ MP-യെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യമാണ്. ഈ എന്തെല്ലാം നേട്ടങ്ങൾ BJP നേടി ഈ കാലത്ത് എന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് അവർക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു മറുപടി പറയാം. 2014 ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ 25 ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ അദാനി ഉണ്ടായിരുന്നില്ല. ഇപ്പം അയാൾ ലോകത്തിലെ 3ാമത്തെ മുതലാളിയായി മാറിയിരിക്കുന്നു. ഇതൊരു നേട്ടം. അടുത്ത പോയിന്റ് ഈ അദാനി വരുന്നത് പ്രധാനപ്പെട്ട പോയിന്റ് അതല്ല. 10 വർഷത്തെ UPA ഭരണ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും LDF-ഉം UDF-ഉം ഒരുമിച്ച് നടത്തിയിട്ടുള്ള UPA ഗവൺമെന്റിന്റെ കാലത്താണ് അദാനി വന്നിട്ടുള്ളത്. എന്നിട്ടാണല്ലോ തിരുവനന്തപുരം വിമാനത്താവളം കൊണ്ടുപോയത്. കോൺഗ്രസിന്റെ ഒരു കാര്യം പറയട്ടെ. കോൺഗ്രസിന്റെ നേട്ടങ്ങളെ കുറിച്ച് മുജീബ് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. ഒരു കാലത്ത് കോൺഗ്രസ് അങ്ങനെയൊക്കെ ചെയ്തു. നിങ്ങൾ ഒരേ തൂവൽ പക്ഷേ പക്ഷേ ഉള്ളത് എന്താ അറിയോ? സുകുമാർ അഴീക്കോട് പറഞ്ഞു. സുകുമാർ അഴീക്കോടിനെ അറിയാലോ. ഒരു കോൺഗ്രസ്സുകാരനായി ജനിച്ച്, കോൺഗ്രസ്സുകാരനായി ജീവിച്ച്, കോൺഗ്രസ്സുകാരനായി മരിക്കാൻ ആഗ്രഹിച്ചു ഞാൻ. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് മരിച്ചു. അതുപോലെ എന്താണ് രാജ്യത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ശശികുമാറിനോട് ഈ പോയിന്റിൽ ഒരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞ് മുജീബിലേക്കാണ് വരേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുമ്പോൾ ഗൗരവമായ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് കേരളവും രാജ്യവും വിധേയമാവുകയാണ്. പോയിന്റിലേക്കാണ് വരുന്നത്. അതായത് മുജീബെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കാലയളവിനിടയിൽ, ഈ 5 കൊല്ലത്തിനിടയിൽ 112 MP-മാർ, കോൺഗ്രസ് MP-മാർ BJP MP-മാരായി മാറി.
4 മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായി ഇപ്പോൾ മാറി. 4 ബി ജെ പി മുഖ്യമന്ത്രിമാരായി മാറി. 11 മുൻ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ബി ജെ പിയിലാണ്. 126 മുൻ MLA-മാർ ഇപ്പോൾ ബി ജെ പിയിലാണ്. 80 MLA-മാർ ബി ജെ പിയിലാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആൻ്റണിയുടെ മകനെ അനിൽ ആൻ്റണിയെ, അതുപോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും നേതാവായ കരുണാകരൻ്റെ മകൾ പത്മജയും കോൺഗ്രസിലേക്ക് പോയതിനെ കണ്ടത്. നിങ്ങൾ ഈ കോൺഗ്രസിനെ നമ്പിയിട്ടാണോ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോകുന്നത്? ഇവിടെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ നിന്ന് പോയ ഏതെങ്കിലും ഒരു നേതാവ് കോൺഗ്രസ് രാഷ്ട്രീയമായി ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് ഫിറ്റല്ല എന്ന് പറഞ്ഞു പോയ ഏതൊരു നേതാവിനെ കാണാൻ പറ്റും? ഇപ്പോൾ അവസാനം പോയ പത്മജ വേണുഗോപാൽ പോലും പറഞ്ഞത് എന്നെ പിന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയതിൻ്റെ പരാതി പരിഹരിച്ചില്ല എന്നുള്ളത്. അത് ദേശീയപരമായി ഇന്ത്യയുടെ ഒരു ഡെവലപ്പിംഗ് നാഷനിലേക്ക് നടത്തുന്നതിലോ മതേതരത്വം നൽകുന്ന കോൺഗ്രസിന് പങ്കില്ല. തൊട്ട് മുമ്പ് പോയ അനിൽ ആന്റണി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അനിൽ ആന്റണി പറഞ്ഞത് കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ ഇതിന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ ഇനി മക്കൾ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞതിനാൽ ഇനി എനിക്കൊരു മാർഗവുമില്ലെന്ന് കരുതിയാണ് ഞാൻ പോയതെന്നാണ്. അഥവാ അവനവന്റെ ഓപ്പർച്യൂണിറ്റി പൊളിറ്റിക്സ് അല്ലാതെ രാജ്യത്ത് കോൺഗ്രസ് ഫിറ്റ് അല്ല എന്ന് പറഞ്ഞു. ഈ ലിസ്റ്റ് കറക്റ്റാണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റി പൊളിറ്റിക്സ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലും കോൺഗ്രസും കാഴ്ചവെക്കുന്നോ? കാരണം നിങ്ങൾ മത്സരിപ്പിക്കുന്ന തോക്കാൻ വേണ്ടിയല്ലോ, ജയിക്കാനാണല്ലോ. അങ്ങനെ ആലപ്പുഴയിൽ അദ്ദേഹം ജയിച്ചാൽ എന്താണ് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ്? ഗൗരവമായ രാഷ്ട്രീയ BJP-ക്ക് ഒരു രാജ്യസഭാ സീറ്റ് അല്ലല്ല, ഇതില് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ സറണ്ടർ ചെയ്യുന്ന ഒരു ഫീലില് പ്രതിപക്ഷ കക്ഷികളായിക്കൂടാ. കോൺഗ്രസിന്റെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ മുന്നണിയുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് രാജ്യത്ത് രാജ്യസഭയിൽ മാത്രമല്ല ലോകസഭയിലും കോൺഗ്രസ് വരും. രാജ്യസഭയിൽ നിന്ന് ലോകസഭയിലേക്ക് പോകുന്നത് ഒരു തരത്തിലുള്ള അവസര നിഷേധമാണെങ്കിൽ MLA-മാർ ലോക്സഭയിലേക്ക് പോകുമ്പോൾ MLA വേക്കൻസി വരുന്നുണ്ടാവും. രാജസ്ഥാനിൽ KC വേണുഗോപാലിന്റെ ഒഴിവ് വന്നാൽ അത് നികത്താൻ കോൺഗ്രസ് കഴിയില്ല. മുജീബിനെ കണക്കറിയാത്ത ആളല്ല, എനിക്ക് നന്നായി അറിയാം. രാജസ്ഥാനിൽ അവിടെ ഒരു ഒഴിവ് വന്നാൽ ഇന്നത്തെ നിലയിൽ കോൺഗ്രസിന് വിജയിച്ചു വരാൻ കഴിയില്ല, BJP കൊണ്ടുപോകും. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അത് യഥാർത്ഥത്തിൽ രാജസ്ഥാനിലെ BJP വരും എന്നുള്ള ഭയാണോ, ആരിഫും കൂടി തോൽക്കുന്നുള്ള ഭയാണോ? ഒരു സംശയം യഥാർത്ഥം MA ആരിഫ് അവസാനത്തെ കനൽ തിരിയും ഒടുങ്ങും എന്നുള്ള ഭയം മാത്രമാണ്. അല്ല, ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അടർത്തിയ കൂട്ടത്തിൽ ഇവിടെ BJP-യിലേക്ക് 2 ആളെ പോയുള്ളൂ. ഈ KV തോമസ് കൂട്ടത്തിൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വളരെ സന്നിഗ്ധ നിർണായക ഘട്ടത്തിൽ KC വേണുഗോപാലിനെ പോലെ ഒരാൾ ചെയ്യുന്നത് ഉചിതമാണോ? KC വേണുഗോപാലിന്റെ ഫീൽഡ് CEO വഴി ഇപ്പോൾ പത്രങ്ങളും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന കാര്യം 91-ലെ ഒരു ഓർമ്മയാണ്. 91-ൽ BJP-യും കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി ഒരു കൂട്ടുകെട്ടുണ്ടാക്കി, വടകര ബേപ്പൂർ കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നു. ആ കൂട്ടുകെട്ടിലേക്കുള്ള കടന്നുപോക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അന്ന് ബേപ്പൂരിലും വടകരയിലും കോൺഗ്രസ് ലീഗ് ജയിച്ചിട്ടില്ല. അന്ന് തോൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. ഒരു ഈ ചോദ്യത്തിന് നല്ലൊരു ചോദ്യമുണ്ട്. BJP 2022-ല് BJPയും CPM തമ്മിലുള്ള കൂട്ടുകാർ 2022-ല് മുന്നോക്ക സാമ്പത്തിക സംവരണം പാർലമെന്റിൽ പാസ്സാക്കിയപ്പോ 8 ലക്ഷം വരുമാന പരിധി നിശ്ചയിച്ച് പാസ്സാക്കിയപ്പോ അത് ആദ്യം നടപ്പിലാക്കി കേരളത്തിലാ, വേറെ സംസ്ഥാനത്തല്ല. അതിനെക്കുറിച്ച് ലീഗിന്റെ അഭിപ്രായം എന്താ? BJP-യുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ പച്ചക്കള്ളം പറഞ്ഞ് എങ്ങനെയും ഒഴിഞ്ഞു മാറും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല തൽക്കാലം. ഖാഡേരിയോടാണ് ചോദിക്കാനുള്ളത്. അല്ല, അത് താങ്കൾ പറഞ്ഞതിനെ സാധൂകരിക്കാൻ താങ്കൾക്ക് കഴിയണം. ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന താങ്കളടക്കം
താങ്കളടക്കം അത്തരം ഒന്നും നിങ്ങൾ പറയണ്ട. അടിസ്ഥാനപരമായ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കേണ്ട അതൊന്നും നിങ്ങൾ വേദിയല്ല പറയണ്ട. എന്നുള്ളത് താങ്കൾ നിങ്ങൾ മനസ്സിലാക്കണം. കൊറോണ ഇവിടെ സമയത്ത് ഒരു second. സൗജന്യമായിട്ട് അടിച്ച വാക്സിൻ അടക്കം കേന്ദ്ര ഗവൺമെന്റ് സൗജന്യം നൽകിയതാ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതെ 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 ഇതൊക്കെ ഒരു നാടിന് വേണ്ടതാണ്. അരി തന്നത് കേന്ദ്രം തന്നെയാ. ഞാൻ അരി നേരത്തെ തന്നത് പറഞ്ഞു കേന്ദ്രം പച്ചക്കള്ളം തന്നെയാ. പറയാൻ അതെ, കേരളത്തിലെ ഇവിടെ പ്രതിനിധിക്ക് ഒരു ബഹുമാനപ്പെട്ട പണിയില്ല. ബി.ജെ.പി. പ്രതിനിധി കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മളെല്ലാം കഴുത്തോളം വെള്ളം മുട്ടി നിന്നപ്പോ അവിടെ നിന്ന് തന്ന അരിയുടെയും അതുപോലെ തന്നെ വന്ന ഹെലികോപ്റ്ററിനും വാടക ചോദിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾ ഔദാര്യമല്ല, ഞങ്ങളടക്കം ഈ വരുന്ന ജനങ്ങളുടെ മുഴുവൻ നികുതിപ്പണം ഉപയോഗിച്ചിട്ടുള്ള ഞങ്ങൾ അവകാശമാണ് ചോദിച്ചത്. നിങ്ങളുടെ ഔദാര്യമല്ല, നിങ്ങളുടെ ഔദാര്യമല്ല. അത് മനസ്സിലാക്കണം. ഞങ്ങളോട് ഒരു ചോദ്യം, ഞങ്ങൾ എന്റെ ചോദ്യത്തിലേക്ക് കണക്ക് വന്നില്ല. ചോദിക്കുക തന്നെ ഇവിടെ ചെയ്യും. UDF എങ്ങനെയാണ് BJP-യിലേക്ക് ആളെ റിക്രൂട്ട് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അതിന്റെ കുഴപ്പം? ഇവിടെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. UDF-ന്റെ കാലത്ത് കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന് അങ്ങേയറ്റം വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്ന് വലിയ യുവജന പ്രതിരോധവും വിദ്യാർത്ഥി പ്രതിഷേധവും ജനപ്രതിഷേധവും ഉയർന്നു വന്ന ഘട്ടത്തിൽ അവരെ സംരക്ഷിച്ചു നിർത്തിയ ഈ നാടിനകത്ത് ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ളവരുടെ പക്കത്ത് നിന്നാണ് BJP-യിലേക്ക് അയാൾ ചാടിപ്പോയത്. ഇത് മലപ്പുറത്തിന്റെ അനുഭവം. ആളുകൾ BJP-യിലേക്ക് പോകുന്നത് എന്നുള്ളത് ഇപ്പൊ തെളിയിച്ചു. അല്ലല്ല, VC അബ്ദുസലാമിനെ ലീഗ് നിയോഗിക്കുന്നത് ലീഗിൻ്റെ ഏതെങ്കിലും പഞ്ചായത്ത് കമ്മിറ്റിയിലോ മുനിസിപ്പൽ കമ്മിറ്റിയിലോ അംഗമായതിൻ്റെ പുറത്തല്ല, പ്യൂർലി അയാളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഞാൻ ചോദിക്കട്ടെ, അൽഫോൺസ് കണ്ണന്താനം MLA ആയിട്ട് BJP-യിലേക്ക് പോകുന്ന സമയത്ത് എത്ര ഹൃദ്യമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അങ്ങോട്ട് പറയുന്നു സാറ്, തിരിച്ച് അങ്ങോട്ടും പറയുന്നു സാറ് എന്ന് പറഞ്ഞ് എത്ര സ്വീകരിച്ചാണ് നിങ്ങൾ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ മന്ത്രിസ്ഥാനത്തിനെ കണ്ടത്? സലാം എവിടെ കിടക്കുന്നു? അൽഫോൺസ് എവിടെ കിടക്കുന്നു? സലാമിനെ സംരക്ഷിച്ചവരാണ് ലീഗ്. എന്ത് സംരക്ഷണം? അല്ലല്ല, അത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർവകലാശാലകൾ, മുസ്ലിം ലീഗ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ലീഗിന് CH കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയ സമയത്ത് കേരളത്തിന് പുറത്തുനിന്നുള്ള വിദ്യാഭ്യാസ വിചക്ഷണനോട് കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താ അറിയോ? ലീഗ് വിദ്യാഭ്യാസത്തിന് പ്യൂർലി അക്കാഡമിക് മെറിറ്റിൽ മാത്രം കണ്ട ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഒരു ലീഗിന്റെ നേതാവ് ഇന്നേ വരെ സർവകലാശാലയുടെ VC ആകാതെ പോയത്. കാരണം ലീഗ് സർവകലാശാലകളെ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്കിനുള്ള സ്ഥലമല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലർ കൊണ്ടുവന്ന പട്ടികയിലേക്ക് UDF കൂട്ടുചേർന്നത് അതുകൊണ്ടാണോ? അതല്ല, UDF-ന് അർഹതപ്പെട്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് നിലക്ക് അനുവദിച്ചു എന്നുള്ളതല്ല. ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് ലീഗ് അദ്ദേഹം ചെയ്തത് കോടതി സ്റ്റേ ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാനെ നിങ്ങൾ ഇവരെ തെറ്റിയപ്പോഴല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരൊക്കെ നല്ല രീതിയിൽ സർവകലാശാലകളെ സംബന്ധിച്ച് വലിയ വർത്തമാനം പറയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത സർവകലാശാലകൾ കൊടുത്ത പട്ടിക തിരസ്കരിച്ച് സ്വന്തം പട്ടിക ഉണ്ടാക്കി. ആ പട്ടികക്കകത്ത് ഈ നിലയിൽ നിങ്ങളും കൂടി ചേർന്ന് RSS-ന്റെ പട്ടികയിൽ, സംഘപരിവാറിന്റെ പട്ടികയിൽ UDF, കോൺഗ്രസ്, ലീഗ്, കോഴിക്കോട് പേരുകൾ നോക്കി അറിയാം. ആക്ഷേപം ഉയർന്ന എന്താ അറിയോ? മുജീബ് ഓർക്കണം, അദ്ദേഹം VC ആയി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോ ആദ്യം കയറിയത് എവിടെ അറിയോ? ഗാന്ധി സ്മാരകത്തിലൊന്നല്ല, സെക്രട്ടേറിയറ്റിലല്ല, നേരെ പോയത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി വണങ്ങിയിട്ടാണ് അദ്ദേഹം VC-യിലേക്ക് പോയത്. അതേ VC പദവിയിലേക്ക് പോയത്. അതാണ് അദ്ദേഹത്തിന്റെ ലീഗുമായുള്ള ബന്ധം. ലീഗുമായുള്ള ബന്ധം അതാണ് കണ്ണൂരിലേക്ക് പോയാൽ അവിടുത്തെ സ്ഥാനാർത്ഥിയാരാണ്? 2021 ധർമ്മടത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന രഘുനാഥ്. ഈ പാണക്കാട് വന്നു പോവാന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ നിങ്ങൾ പാണക്കാടിന്റെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഇടമായിട്ടുള്ള ഏറ്റവും അവസാനം മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 4 ദിവസം മുമ്പ് സന്ദർശനം നടത്തി LDF-ലെ കടന്നപ്പള്ളി മന്ത്രി. ഞാൻ അതിന് സാക്ഷിയാണ്. മന്ത്രി പറഞ്ഞത് ഇവിടെ വരുമ്പോൾ അറിയാത്ത മനസ്സിനൊരു സുഖം കിട്ടുമെന്നാണ്. അപ്പോൾ
ഇതിനകത്ത് രാഷ്ട്രീയത്തിനും കക്ഷിക്കും മതത്തിനും ഒക്കെ അപ്പുറം മുജീബ്, വലിയ വ്യത്യാസം പാലക്കാട് അറിയോ? കുടുംബത്തിനുള്ള രാഷ്ട്രീയമുള്ള ഒരു ഒരു മന്ത്രി വരുന്നത് acceptance ഉണ്ട്. മനസ്സിലാക്കാം. അതിന്റെ പക്ഷേ ഭാഗമായിട്ട് ആർക്കും രാഷ്ട്രീയമില്ല വരാം. എന്ന് നിങ്ങൾ പറയുന്ന ഒരു വൈസ് ചാൻസലർ വരുന്നതിൽ തെളിയുന്ന മുജീബ് രാഷ്ട്രീയ പറഞ്ഞ ഒരു താല്പര്യത്തിന്റെ പോകുന്നിടത്ത് പ്രശ്നം. കയറലെന്നല്ല. അതിനുശേഷം പാലക്കാട് ലീഗ് നിയന്ത്രിച്ചോ? വന്നു എന്ന് വെച്ചിട്ട് സലാമിനെ കടന്നപ്പള്ളിയുടെ പൊളിറ്റിക്കലി രാഷ്ട്രീയം ലീഗ് മാറുന്നില്ല. ഇടപെട്ടോ? സർവകലാശാലകളെ ഇത്ര ഇടപെട്ടു എന്ന് സ്വതന്ത്രമായിട്ട് മാത്രമല്ല, വിട്ടുകൊടുത്ത പാർട്ടി ലീഗിനെ പോലെ മറ്റൊരു പാർട്ടി ഞാനന്ന് ഉണ്ടാവില്ല. സെനറ്റ് എന്തൊക്കെ മെമ്പറാ. പറഞ്ഞാലും അദ്ദേഹം ഇപ്പൊ മലപ്പുറത്ത് സലാമുള്ള കാലത്ത് ലീഗ് സെനറ്റ് മെമ്പറാണ്. ഇരുന്ന VC-മാര് ഈ ഞാനൊന്നും സലാം പറയുന്നില്ല. മാത്രമല്ല BJP-ക്ക് പോയത്. അല്ലല്ല, അത് ഈ സലാം മാത്രമല്ല, നമ്മുടെ സംസ്കൃത സർവകലാശാലയുടെ VC. ചോദ്യങ്ങളുണ്ടോ? Yes, ഒരു yes. മിനിറ്റ് നമ്മുടെ ആരോടാണ്? ഒരു മിനിറ്റ് CPM-ന്റെ പ്രതിനിധിയോടാണ് ചോദ്യം ചോദിക്കുന്നത്. ശശികുമാറിനോടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് വയനാട് വെറ്ററിനറി കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രതികരണമോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ കൃത്യമായ രീതിയിൽ മറുപടി പറയാത്തത്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഏത് ക്യാമ്പസിലായാലും എവിടെയായാലും അക്രമം നടന്നാൽ ഞങ്ങൾ അതിനെ ന്യായീകരിക്കുന്ന പ്രശ്നമില്ല. ആര് ഇൻവോൾവഡ് ആയാലും അതിൽ പോലീസ് നടപടി ശക്തമായി വരും. ഇപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ട് CBIയുടെ എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞു. അയാൾ അപേക്ഷ കൊടുത്ത് ഗേറ്റ് കടന്നപ്പോഴേക്കും CBIക്കുള്ള എൻക്വയറി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ആ കേസിൽ ഇപ്പോൾ CBI അന്വേഷണം വരുന്നു. ആ സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെന്താ അറിയോ, ഈ മുജീബ് പറഞ്ഞു ഈ കോൺഗ്രസ് നിന്ന് ആൾക്കാർ പോകുന്നതൊന്നും ഈ അവസരവാദം കൊണ്ടാണ്, അല്ലാതെ വേറൊരു കാരണം കൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. എന്തിനാണ് ഇങ്ങനെ ഫീസില്ലാതെ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നത്? കോൺഗ്രസ് പോലും വാദിക്കാൻ മടിക്കുന്ന കാര്യം എന്തിനാണ് ഈ നാണംകെട്ട പണിക്ക് ലീഗ് പോണത്? കോൺഗ്രസിന് വേണ്ടി മലപ്പുറം വിട്ടാൽ വാദിക്കാൻ ഏറ്റവും ഉന്നതിയിലുള്ളത് CPM-ന്റെ നേതാക്കളാണ്. ഞങ്ങൾ വാദിച്ചാലൊന്നും എത്തൂലല്ലോ. നമ്മളെക്കാൾ കേരളത്തിൽ അപമാനകരമായ ഞങ്ങൾ ജില്ലാ കോടതിയിലെ വാദിക്കുന്നുള്ളൂ. സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് അതിനൊന്നല്ല. സുപ്രീം നമ്മുടെ രാജ്യം മുഴുവൻ കോൺഗ്രസ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാടിലെ MLA ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ് ഇപ്പോൾ വടകരയ്ക്ക് പോയിട്ടുള്ളത്. അവിടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ആണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഇപ്പം പറഞ്ഞ രാജസ്ഥാനിലെ MP സ്ഥാനം ജയിച്ചാൽ രാജിവെക്കേണ്ട സ്ഥിതി വരും. ആ രീതിയിൽ വരുമ്പോൾ എന്തിന് നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം? BJPക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് എന്തിന് നിങ്ങൾ നേരിടണം? കാരണം രണ്ടാം സ്ഥാനത്ത് പാലക്കാട് രണ്ടാം സ്ഥാനത്ത് BJPയെ ജയിപ്പിക്കുകയും അതുപോലെ അപ്പുറത്തെ ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ഏറ്റെടുത്തത്. ആ രീതി ചെയ്യുമ്പോൾ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ ചെയ്യുന്നത് വലിയ അനീതിയാണ്. ഒരു ചോദ്യം, നിങ്ങൾ MLA-മാർ ലോക്സഭയിൽ മത്സരിക്കുന്നതിനെതിരാണോ? അല്ലേ? എന്റെ ചോദ്യം അതാണ്. അല്ല അപ്പൊ പിന്നെ കോൺഗ്രസിന്റെ ഒരു സീറ്റിലും കുഴപ്പമാണ് എന്ന് പറയുന്ന മനോഭാവം ഉണ്ടല്ലോ, അതാണ് ഫാസിസ്റ്റ് മനോഭാവം. ഞങ്ങളുടെ സമീപനം ഇതിലൊറ്റ ക്ലാരിറ്റി വേണം. നിയമസഭാ സ്ഥാനാർത്ഥി ലോക്സഭയിൽ മത്സരിക്കുന്നത് തെറ്റാണെങ്കിൽ അതാവാൻ ഡിസ്കഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അതല്ല ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഏത് പാർട്ടിയിൽ നിന്ന് ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഇവിടെ ഒരു മിനിറ്റ് UDF നിന്ന് മാത്രമല്ല CPM നിന്ന് ഞങ്ങൾക്ക് ആളുകൾ വരുന്നുണ്ട് ഇഷ്ടം പോലെ. നേരത്തെ സൂചിപ്പിച്ച അൽഫോൺസ് കണ്ണന്താനം വന്നത് MLA ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ സ്വീകരിക്കും, ഒരു തർക്കമില്ല. പിന്നെ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളെ പരിശോധിച്ചാൽ മതി. ഈ വടകരയും ആലപ്പുഴയും ചർച്ചാ വിഷയമാവാൻ കാരണം മറുപടി പറയണം. പൊന്നാനിയിൽ നിന്ന് മത്സരിക്കുന്നയാൾ എങ്ങനെ വന്നു? ഇപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥി വടകരയും ആലപ്പുഴയിലും നടക്കുന്ന ഈ കളി ചർച്ചാ വിഷയമാവാൻ കാരണം എന്താണ്? അങ്ങനെ ഒരു പ്രീസിഡൻസ് ഉണ്ട് ഇവിടെ. കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ കളിച്ചാൽ
നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. ആ കളി കൊണ്ടത് നിങ്ങൾ രക്ഷപ്പെടില്ല. അത് തുറന്നു കാണിക്കും ഞങ്ങൾ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം തെളിയുമ്പോൾ സ്ഥാനാർത്ഥികളുടെ വരവ് അത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളൊക്കെ വളരെ സജീവമായി മലപ്പുറത്തും ഏറ്റവും വ്യക്തമായി വരുന്നു. ആ ചർച്ചയാണ് നമ്മൾ പടക്കളത്തിൽ ഇവിടെ കണ്ടത്. എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക്